എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മേഴ്സി എഡ്വിൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചായയാണ്, അതായത് പെർഫെക്റ്റ് ചായ. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ്. അപ്പം നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതേ രീതിയിൽ വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ചായ, പാല് ചേർത്ത ചായയുണ്ട്, പാല് ചേർക്കാത്ത കട്ടനുണ്ട്, അതുപോലെ പാല് ചേർക്കാത്ത കോഫി. അപ്പോൾ നമ്മളിന്ന് 3 എണ്ണമാണ് ഇടുന്നത്. ആദ്യം നമുക്ക് ഒരു കട്ടൻ ഇടാം. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ഇടുന്നതാണ്. പലയിടത്തും പോയി ഞാൻ അപ്പം തേയില കൂടും, അങ്ങനത്തെ ഓരോ രീതികളുണ്ട്. ചിലർ തേയിലയിട്ട് ഒരുപാട് തിളപ്പിക്കും. അപ്പം ആ കോഫി കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കയ്പ്പ് കണക്കിരിക്കുന്നത്. അതായത് തേയില ഒരുപാട് സമയം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് ആ കയ്പ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു കപ്പാണ് എടുക്കുന്നത്, ചായ കുടിക്കുന്ന രീതിയിലുള്ള അളവ്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ തിളപ്പിക്കണമെന്ന്. ഇത് ഞാൻ കട്ടനാണ് ഇടുന്നത്. ഈ വെള്ളം എടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പഞ്ചസാര ഇടണം. അപ്പോൾ കട്ടൻ ഇടുമ്പോഴത്തേക്ക് 1 കപ്പ് ഇതിനകത്ത്, ഇത് ഒരു 1/2 ടീസ്പൂണാണ്. 1, 2. ഈ 1 ടീസ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടിരിക്കും. പിന്നെ പഞ്ചസാര എക്സ്ട്രാ ഒരുപാട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇതിനകത്ത് നല്ലോണം തിളയ്ക്കണം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച്, അപ്പോൾ ഇതിനകത്ത് 1 കപ്പിനകത്ത് തേയില എടുക്കുമ്പോൾ ഒരുപാടൊന്നും എടുക്കണ്ട. ഇത്രയും തേയില മാത്രമാണ് ഇതിന്, ഇത്രയും വേണ്ട. ഈ ഒരു തേയില ഇട്ടതിന് ശേഷം ഒരു ഏലക്ക ഞാൻ 2 എണ്ണത്തിനും കൊണ്ട് 2 ഏലക്ക എടുത്ത് വെച്ച്, പക്ഷെ അത് ഞാൻ പൊട്ടിച്ച് വെച്ചേക്കുന്നു. ഈ ഒരു ഏലക്ക ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരുപാട് തിളപ്പിക്കരുത്, ഒരു 2 സെക്കൻഡ്. അപ്പോൾ കളർ വന്നണ്ട, ഇത്രയുമാണ് കളർ. അല്ലെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് മാറും, കയ്പ്പ് രസം വരും. ഇതിൻ്റെ അളവാണ്. അപ്പം നമുക്കിത് അരിച്ചെടുക്കാം. പാല് ചേർക്കാത്ത കോഫി, അതായത് കാപ്പി എന്ന് പറയും, അതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം. ഇങ്ങനത്തെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ തിളപ്പിക്കും. അപ്പോൾ നമ്മളിതിനകത്ത് കോഫി പൗഡറാണ്, ഇപ്പോൾ ഏതെങ്കിലും കോഫി ഇടാം. ഞാനിപ്പോൾ ബ്രൂ കോഫിയാണ് ഇട്ടേക്കുന്നത്. ഇതിൽ ഒരു 1/2 ടീസ്പൂൺ തികച്ച് വന്നിട്ടില്ല, ഇത്രയാണ്. അപ്പോൾ ഇതിനകത്ത് ടേസ്റ്റ് കൂടാനുള്ള ചേരുവയെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനൊക്കെ ഇടുമായിരിക്കും, ഇപ്പോൾ പഞ്ചസാര ഇട്ട് എല്ലാം എടുക്കുമായിരിക്കും. പക്ഷേ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാനൊരു ചേരുവ ചേർക്കുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതിനകത്ത് ഇപ്പം 1 ടീസ്പൂണാണ്, ഇത് 1/2 ടീസ്പൂണിൻ്റെ. അപ്പോൾ ഇതിട്ടിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഒന്നിട്ട് നിങ്ങൾ നോക്കി, ഒരു പിഞ്ച് മാത്രം. ഈ ഉലുവാപ്പൊടി ഇട്ടിട്ട് നമ്മളൊരു 2 സെക്കൻഡ് അടച്ച് വയ്ക്കണം. റെഡിയായിട്ടുണ്ട്, നമുക്കൊന്ന് അരച്ചെടുക്കാം. കോഫി അല്ലെങ്കിൽ കാപ്പി എന്ന് പറയും. ഇനി നമുക്ക് ഒരു ചായ ഇടാം. പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ്, ഏത് ഗ്ലാസ്സിലാണ് എടുക്കുന്നത്, കപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പാലിടുക. പക്ഷേ ഇച്ചിരി കട്ടിയുള്ള പാലായിരിക്കണം. ഇത് ഞാൻ പശുവും പാലാണ് മേടിക്കുന്നത്. അപ്പോൾ ഇത് മേടിച്ച് വന്നുടൻ തന്നെ കട്ടിയുണ്ട്, പക്ഷേ നമ്മളത് കാച്ചിയൊക്കെ വയ്ക്കുമ്പോൾ ആ പാടയെല്ലാം പോയി തരുമ്പോൾ വളരെ ലൂസാവും. അപ്പോൾ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാക്കറ്റ് പാൽ ഉപയോഗിക്കാം. ഏതായിരുന്നാലും പകുതി അളവിൽ പാല് ആക്കി വെള്ളം ചേർക്കണം. ഇത് നമ്മൾ തിളച്ചൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതിന് കട്ടിയുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് തേയില ഇടണം, പഞ്ചസാര ഇടണം. പക്ഷെ എന്നിട്ട് അടച്ച് വെക്കണം നമ്മൾ, കാരണം ഇതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഈ തുറന്ന് വെച്ചിട്ട് പോകുമ്പോഴാണ് ചില ചായയൊക്കെ ഇടുമ്പോൾ ടേസ്റ്റ് ഇല്ലാത്ത. പക്ഷെ നല്ല ഗുണവും ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കണം. തിളച്ച് വരണം, ആദ്യം ഒന്ന് തിളയ്ക്കണം. അപ്പോൾ നമുക്കത് തിളച്ച് വരട്ടെ, എന്നിട്ട് തേയില ഇടാം. ഇത് ഒരു ചായക്ക് ഇടുന്നത് കണക്ക് 1/2 ടീസ്പൂൺ ആണ്. ഞാൻ ഉപയോഗിക്കുന്ന റെഡ് ലേബൽ ടീ ആണ്. ഓരോരുത്തർ ഉപയോഗിക്കുന്ന അറിയാമല്ലോ, കളർ കാണുമോ ഇല്ലയെന്നൊക്കെ. ഇത് നമ്മൾ തീ കുറച്ച് വയ്ക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഏലക്ക ഇങ്ങനെ വെറുതെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടതും. പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ ഈ ഗരം മസാലയൊക്കെ ഇടുന്നവർ കണ്ടിട്ടുണ്ട് ഞാൻ ചായക്ക്. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായയിൽ പെട്ടെന്ന് ടേസ്റ്റ് വ്യത്യാസപ്പെടും. ഇത് ഒരു കൊച്ചഷ്ണ ഇഞ്ചിയാണ്. ഇത് എല്ലാവർക്കും അതിരാവിലെ എഴുന്നേറ്റ് കുടിക്കാൻ പറ്റിയൊരു ചായയാണ്. കാര്യം ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക്, തലവേദന, അങ്ങനെ ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചിയും ഇഞ്ചിയും ഒരു ഏലക്ക, ഒരു ചായക്ക് ഒരു ഏലക്കയാണ്, അത് ഇട്ടിട്ട് നമ്മൾ അതും കൂടെ അടച്ച് വെച്ചിട്ട് തിളപ്പിക്കണം. പിന്നെ ഇതിനകത്ത്
പഞ്ചസാര. ഇതിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര ഇടുന്ന വെച്ചാൽ 1 ടീസ്പൂൺ തന്നെയാണ് ഇടുന്നത്. അതായത് ഞാൻ കുടിക്കുമ്പോൾ അങ്ങനെയാണ് ഇടുന്നത്. പക്ഷേ പെർഫെക്റ്റായിട്ടുള്ള മധുരമുള്ള ചായ വരുമ്പം 1.5 ടീസ്പൂൺ ഇതിടണം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഫ്ലേവറും എല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. കടുപ്പും എല്ലാം. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കപ്പിനകത്ത് ഒഴിക്കരുത്, വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ അരിച്ചൊഴിക്കണം. ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് ഞാൻ ഇത് ഇങ്ങനെയാണ് ചായ കുടിക്കുന്നത്. ഞങ്ങൾ വർഷങ്ങളോളം ഇഞ്ചി ഏലക്ക ഇട്ട്, ഏലക്ക ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇഞ്ചി ഇട്ടാൽ മതി, കാണത്തില്ല. അപ്പം ഇഞ്ചിയുടെ കഷ്ണം ഒരുപാട് വലുതാണ്ട് ചെറുത് ചതച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഈ ചായക്ക് ഒന്ന് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് വയ്ക്കണം. അപ്പം നമ്മൾ ചായ കുടിക്കാം. മൂന്ന് കുടിക്കുന്ന ഐറ്റംസ്, അതായത് രാവിലെ ചായ ഒരെണ്ണം, കട്ടൻ, പിന്നെ പാലില്ലാത്ത കോഫി അല്ലെങ്കിൽ കാപ്പി. അപ്പം ഇതിനകത്ത് മൂന്നിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ പാലില്ലാത്ത കാപ്പി അതാണ് കുടിക്കേണ്ടത്. കാരണം ഉലുവയാണ് നമ്മൾക്കുള്ള ബോഡീന് ആവശ്യമായിട്ടുള്ളതാണ്, എല്ലുകൾക്കും സന്ധിവേദനയ്ക്ക്. അപ്പോൾ ഉലുവ ശീലിക്കുകയാണെങ്കിൽ, ഒരു പിഞ്ചിട്ടിട്ട് ശീലിക്കുകയാണെങ്കിൽ നമ്മളിത് കുടിച്ചു പോകും. അത്രമാത്രം ടേസ്റ്റാണ് ഈ കോഫിക്ക്. അതുപോലെ കട്ടൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് തേയിലയൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഞാനിത് വർഷങ്ങളോളമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഇതുവരെയും പറ്റിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെന്ന് വീഡിയോ എടുക്കാമെന്ന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.